വിശദമായ വാർത്തകളിലേക്ക്. ബഫർ സോൺ ഇഞ്ചി ഇവിടെ വിൽക്കപ്പെടും. ഇടുക്കി കുമളിയിലുള്ള പച്ചക്കറിക്കടയിൽ കെട്ടിത്തൂക്കിയ ഒരു ബോർഡ് കാണുമ്പോൾ ചെറിയൊരു അമ്പരപ്പ് ഉണ്ടാകുമെങ്കിലും സംഗതി ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം വൈറലാണ്. കുമളിയിൽ പച്ചക്കറിക്കട നടത്തുന്ന ജോമോനാണ് താൻ ഉൾപ്പെടുന്ന നാട്ടുകാർ നേരിടുന്ന കരുതൽ മേഖലാ പ്രതിസന്ധി തന്നെ കച്ചവടത്തിനുള്ള പരസ്യവാചകമാക്കി മാറ്റിയത്. കുമളിയിൽ പച്ചക്കറിക്കടയിൽ സ്ലീറ്റിലെഴുതി തൂക്കിയ ബോർഡ് കടയിൽ സാധനം വാങ്ങാനെത്തിയ ആരോ ആണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ആളുകൾ ഷെയർ ചെയ്തതോടെ ജോമോന്റെ കടയും വൈറലായി. ബഫർ സോണിലെ ഇഞ്ചിക്കൊപ്പം ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ ഇത്തരത്തിലുള്ള ബോർഡുകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ വലിയ വലിയ കമ്പനിക്കാരൊക്കെ പരസ്യം ചെയ്യണമെങ്കിൽ 1 ലക്ഷക്കണക്കിന് രൂപ വേണം. നമ്മൾ വെറുതെ സ്ലൈറ്റ് എഴുതിയിട്ട് അതൊരു വൈറലായി അങ്ങനെ എഴുതിയിട്ടാണ്. ബഫർ സോണിൻ്റെ ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡ് ആയതുകൊണ്ട് ആ പേരങ്ങനെ എഴുതിയിട്ട്. ഇടതുപക്ഷ സർക്കാരിന്റെ എല്ലാം ശരിയാകുമെന്ന പ്രഖ്യാപനം പോലും കടയിലെ സ്ട്രീറ്റിലുണ്ട്. ചീര കഴിക്കൂ, എല്ലാം ശരിയാകും. ടമാർ പടാർ പപ്പടം, ഇടിവെട്ട് നാടൻ തക്കാളി, BIS ഹോൾമാർക്കുള്ള ക്യാരറ്റ്, ദൈവത്തെ ഓർത്ത് ഇനി വരുമ്പോൾ ഒരു സഞ്ചി കൂടി കൊണ്ടുവരൂ എന്നിങ്ങനെ നീളുന്നു ജോമോന്റെ പരസ്യങ്ങൾ. 30 വർഷത്തോളമായി പച്ചക്കറി വ്യാപാര മേഖലയിലുണ്ടെങ്കിലും കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ഇത്തരത്തിൽ കൗതുകമുണർത്തുന്ന ബോർഡുകൾ ജോമോൻ എഴുതി തുടങ്ങിയത്. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ കുട്ടിക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും മന്ത്രി നിർവഹിച്ചു. 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സ്കൂൾ അധികൃതർ ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ കോതമംഗലം MLA ആന്റണി ജോൺ, ഏലിയാസ് മാർ അത്തനാനിയോസ് മെത്രോപൊലിത്ത, സ്കൂൾ മാനേജർ ഷെവലിയർ പ്രസാദ് P. വർഗീസ് മാത്യു കുഴനാടൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ പൊതിച്ചോർ വണ്ടി കോതമംഗലം കുറ്റംവേലിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിവൈഎഫ്ഐ പൈമറ്റ മേഖലാ കമ്മിറ്റി സമാഹരിച്ച പൊതിച്ചോറുമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെട്ട വാഹനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശപ്പിന് ഭക്ഷണം ജീവന് രക്തം എന്ന പേരിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന ഹൃദയപൂർവ്വം പരിപാടിയുടെ ഭാഗമായിട്ടാണ് പരിപാടി. പട്ടാമ്പിയിലെ 6 വ്യാപാര സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം. പ്രതിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് കൊപ്പം പ്രദേശത്ത് വ്യാപക മോഷണം നടന്നിരുന്നു. മേലെ പട്ടാമ്പിയിലെ 6 വ്യാപാര സ്ഥാപനങ്ങളിലാണ് മോഷണവും മോഷണശ്രമങ്ങളും നടന്നത്. രാവിലെ സ്ഥാപനങ്ങൾ തുറക്കാൻ വ്യാപാരികൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. സ്ഥാപനത്തിലെ CCTVയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്. ഇതു കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പുലർച്ചെയാണ് മോഷണം നടന്നതെന്ന് CCTV ക്യാമറയിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. ഒരാളാണ് അകത്ത് കടന്നിരിക്കുന്നത്. സ്ഥാപനങ്ങളുടെ പൂട്ടുകൾ തകർത്താണ് അകത്ത് കയറിയിരിക്കുന്നത്. ഇതിൽ GK സ്പോർട്സ് കടയുടെ മുൻവശത്തെ ഗ്ലാസ് അടിച്ചു തകർത്തിട്ടുണ്ട്. ഒരു സ്ഥാപനത്തിൽ നിന്നും 400 രൂപ മാത്രമാണ് മോഷ്ടിച്ചത്. ബേക്കറി, പർദ ഹൌസ്, സ്പോർട്സ് സാധനങ്ങൾ വിൽക്കുന്ന കടകൾ തുടങ്ങിയവയിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കൊപ്പത്ത് പൂട്ടിക്കിടന്നിരുന്ന 4 വീടുകളിൽ സമാന സംഭവമുണ്ടായി. ഇതിൽ ഒരു വീട്ടിൽ നിന്ന് 25 പവൻ സ്വർണ്ണാഭരണവും പണവും നഷ്ടപ്പെട്ടിരുന്നു. കൊപ്പത്തിനു പുറമെ പട്ടാമ്പി മേഖലയിലെ മോഷണശ്രമങ്ങൾ തുടർച്ചയാകുന്നതോടെ വലിയ ഭീതിയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പട്ടാമ്പി. കോഴിക്കോട് കുറ്റ്യാടിയിൽ കനാൽ ശുചീകരിക്കാൻ 50,000-ത്തിലധികം പേർ കൈകോർത്തു. കുറ്റ്യാടി ഇറിഗേഷൻ പദ്ധതിയുടെ കനാലുകളാണ് വേനലിന് മുൻപ് ശുചീകരിക്കാൻ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒത്തുചേർന്നത്. ചെളിയും മണ്ണും നിറഞ്ഞും കുറ്റിക്കാടുകൾ വളർന്നും പലയിടത്തും ഒഴുക്കുനിലച്ച കനാലാണ് ശുചീകരണം നടത്തിയത്. കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ കനാലുകളും അതിന്റെ കൈവഴികളും ശുചീകരിക്കാനാണ് കർഷക സംഘം പ്രവർത്തകർ ഒത്തുചേർന്നത്. ഇവരോടൊപ്പം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരും ചേർന്നപ്പോൾ ശുചീകരണ യജ്ഞം വേഗത്തിലായി. കൃഷിക്ക് ജലം ലഭ്യമാക്കുക, അതുപോലെ തന്നെ ഈ വരൾച്ചയുടെ കാലം ഉൾപ്പെടെ വരാനിരിക്കുന്ന സന്ദർഭത്തിൽ കുടിവെള്ളത്തിനുള്ള ഒരു സ്രോതസ് എന്നുള്ള നിലയിലും കനാൽ ജലത്തെ പ്രയോജനപ്പെടുത്തുന്നതിന് സാധിക്കും. 50 വർഷം പഴക്കമുള്ള കനാൽ നിരവധിയിടങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. വേനലിൽ വെള്ളം തുറന്നുവിട്ടാൽ പലയിടത്തും എത്താറില്ല. കനാൽ തുറന്നുവിട്ടാൽ വെള്ളം കൃഷിക്കും കിണറുകളിൽ വെള്ളമേറുന്നതിനാൽ കുടിവെള്ളത്തിനും പ്രയോജനപ്പെടാറുണ്ട്. 75 കിലോമീറ്റർ നീളത്തിൽ പ്രധാന കനാലും 150 കിലോമീറ്റർ ഉപകനാലുമാണ് ഇന്ന് വൃത്തിയാക്കിയത്. ശുചീകരണ യജ്ഞത്തിൽ 50,000-ഓളം പേർ പങ്കെടുത്തെന്ന് കർഷക സംഘം പ്രവർത്തകർ അറിയിച്ചു.
ന്യൂസ് 18 വടകര. 12 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ആറ്റിങ്ങൽ ദേശാഭിമാനി എന്ന നാടക സമിതിയുടെ 49ാമത് നാടകം അരങ്ങിലെത്തുന്നതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ. 20-ലധികം കഥാപാത്രങ്ങളുള്ള പള്ളിയറ വാസു എന്ന നാടകമാണ് അരങ്ങിലെത്തുന്നത്. വർഷാവർഷം മല്ലയുദ്ധം നടത്തി ഈ നാടിന്റെ അധികാരം ഏൽപ്പിച്ച് മടങ്ങുന്ന അന്ന് മനസ്സിലാക്കുന്നില്ല ഈ ദുഷ്ടന്റെ പ്രവൃത്തി. 1964 കാലഘട്ടത്തിൽ രൂപീകരിച്ച CPM നാടക സമിതിയാണ് ആറ്റിങ്ങൽ ദേശാഭിമാനി. പുതിയ അഭിനേതാക്കളെ ഉപയോഗിച്ച് നാടകം തുടങ്ങിയ പാരമ്പര്യം 12 വർഷത്തിനു ശേഷം തുടങ്ങുന്ന പള്ളിയറ വാസു എന്ന നാടകത്തിലും കാണാം. ഈ നാടകത്തിൽ 1-2 വ്യക്തികൾ മാത്രമേ ഉള്ളൂ ഒരു നാടകത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാനായിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഞങ്ങൾ പുതിയ ആൾക്കാരെയാണ് ഇതിനകത്ത് പരീക്ഷിക്കുന്നത്. ആ ദേശാഭിമാനി ആദ്യം തുടക്കകാലം എങ്ങനെയാണോ അതിനുശേഷമാണ് 12 വർഷത്തിന് ശേഷവും ആറ്റിങ്ങൽ ദേശാഭിമാനി തുടക്കം കുറിക്കുന്നത്. ഈ വർഷം നമ്മൾ പള്ളിയറ വാസു എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് എടുക്കുന്നത്. ഇതിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്യാംലാൽ മൈനാഗപ്പള്ളിയാണ്. സംവിധാനം മണി മാധവൻ ആണ് ഇതിൻ്റെ സംവിധാനം ചെയ്യുന്നത്. കുടുംബത്തിന്റെ വിശപ്പകറ്റാൻ നെല്ല് മോഷ്ടിക്കുന്ന വാസുദേവൻ നമ്പൂതിരി പിടിക്കപ്പെടുന്നതോടെ നാടുകടത്തപ്പെടുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് നാടകത്തിന്റെ പ്രമേയം. ആ വാസുദേവൻ നമ്പൂതിരി എന്ന് പറയുന്ന അത്രയും ഒരു ക്ഷേത്ര പൂജാരിയായ ഒരു മനുഷ്യൻ എങ്ങനെ പള്ളിയറ വാസു എന്നൊരു കുറ്റവാളിയായിത്തീരുന്നതാണ്, അത് സമൂഹമാക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം തിരിച്ച് നല്ലവനിലേക്ക് എത്തുന്ന ഒരു സബ്ജക്റ്റാണ് പറഞ്ഞു വരുന്നത്. ഒരുപാട് നല്ല നല്ല പാട്ടുകളും ഒരുപാട് കാര്യങ്ങളും ഈ നാടകത്തിലുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ദേശാഭിമാനിയെ ഇക്കുറി എല്ലാ ജനങ്ങളും നെഞ്ചിലേറ്റുമെന്ന പ്രതീക്ഷയുമുണ്ട്. മണിമാധവനാണ് നാടകത്തിന്റെ സംവിധായകൻ. നാടകം ജനുവരി അവസാനത്തോടെ വേദികളിലെത്തും. നാടിന്റെ സമൃദ്ധിയും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണെന്ന സന്ദേശമാണ് പള്ളിയറ വാസുവിലൂടെ നൽകുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. മഹാത്മാഗാന്ധി സർവകലാശാല യൂണിയൻ നാടകോത്സവം കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നടന്നു. 32 കോളേജുകളിൽ നിന്നായി 35 നാടകങ്ങളാണ് മേളയിൽ അരങ്ങേറിയത്. ധീരോദാത്തം നാടക നായക ലക്ഷണങ്ങളല്ല, ഓർമ്മയിൽ ജ്വലിക്കും ധീരതയാണ് എന്ന ടാഗ്ലൈനോടെയാണ് നാടകോത്സവം അരങ്ങേറിയത്. നാടക കലാകാരൻ മുഹമ്മദ് പേരാമ്പ്ര നാടകമേള ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനം 15 നാടകങ്ങളാണ് അരങ്ങിലെത്തിയത്. വർഗീയത, രാഷ്ട്രീയം, പരിസ്ഥിതി തുടങ്ങിയ ആനുകാലിക പ്രശ്നങ്ങൾ നാടകത്തിന് വിഷയമായി. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് നാടകങ്ങൾ അരങ്ങേറിയത്. ന്യൂസ് 18 ഇടുക്കി. പന്തളം KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മാവിൽ കൂടുകൂട്ടിയ പക്ഷികളെ കൊണ്ട് വലഞ്ഞ നാട്ടുകാരുടെ രക്ഷയ്ക്കായി വലവിരിച്ച നഗരസഭ. പക്ഷിക്കാഷ്ടം തലയിൽ വീണ് പൊറുതിമുട്ടിയ നാട്ടുകാരുടെയും വഴിയാത്രക്കാരുടെയും പരാതിയെ തുടർന്നാണ് നടപടി. പന്തളം നഗരത്തിലെത്തുന്ന വഴിയാത്രക്കാരുടെയും വ്യാപാരികളുടെയും തലയിൽ പക്ഷിക്കാഷ്ടം വീഴുന്നത് പതിവായതോടെയാണ് നടപടി. പക്ഷികൾ കൂട്ടമായി എത്തുന്ന മരത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ വല വിരിച്ചാണ് സംരക്ഷണമൊരുക്കിയത്. ജൈവവൈവിധ്യ ബോർഡിൽ നിന്ന് ലഭിച്ച 2 ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ചാണ് മാവിൽ വല വിരിച്ചത്. അപ്പോൾ ഇതിൻ്റെ കാഷ്ടം വളരെ ചെറിയ രീതിയിലല്ല, വളരെ തോതിൽ ശരീരത്തേക്ക് വീഴുമ്പോൾ ചൊറിച്ചിൽ ഉണ്ടാകുന്നു. അതുപോലെ ഇവിടുത്തെ സമീപവാസികളുടെ വീടുകളിൽ കിണറ്റിൽ വീണിട്ട് കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുകയാണ്.
ഇത് കണ്ടുകൊണ്ടാണ് നഗരസഭയുടെ ഭരണസമിതി ഇങ്ങനെ ഒരു അടിയന്തര തീരുമാനം എടുക്കുകയും ഇതിന് വലയിടുവാൻ തീരുമാനിച്ചത്. കാൽനട യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത്. സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ ദേഹത്തോട്ട് ഈ കിളികളൊക്കെ തോരി കഴിഞ്ഞാൽ അവർക്ക് കരഞ്ഞുകൊണ്ട് നമ്മൾ എടുത്ത് വന്നു നമ്മൾ വെള്ളവും കുപ്പിക്കകത്ത് വെള്ളം കൊടുത്ത് അവരെ ഡ്രസ്സൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി അവർ പോകുന്നത്. മരം മുറിച്ചു മാറ്റാൻ നഗരസഭ ആദ്യം തീരുമാനിച്ചുവെങ്കിലും പരിസ്ഥിതി പ്രവർത്തകരുടെ എതിർപ്പിനെ തുടർന്ന് 100 വർഷം പഴക്കമുള്ള മാവുമരം മുറിച്ചു മാറ്റാതെയാണ് പരിഹാരം കണ്ടെത്തിയത്. ന്യൂസ് 18 പത്തനംതിട്ട. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അപകടം പതിവാകുന്നു. മുക്കം ഓടത്തെരുവിലാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം ഓടത്തെരുവിലാണ് അപകടങ്ങൾ പതിവാകുന്നത്. കഴിഞ്ഞ ദിവസവും കാർ ലോറിയുടെ പിന്നിലിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നുവെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ 2 ദിവസം മുൻപാണ് ഓടത്തെരുവിൽ നിന്ന് ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എംപാനൽ ഷൂട്ടറും മുക്കം കച്ചേരി സ്വദേശിയുമായിരുന്ന കുട്ടി മരിച്ചത്. നിരവധി വളവുകളുള്ള റോഡിലൂടെ അമിത വേഗതയിൽ വാഹനങ്ങൾ കടന്നുവരുന്നതും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതുമാണ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. എടവണ്ണ കൊയിലാണ്ടി ദേശീയപാതയുടെ നവീകരണം തുടങ്ങിയതിന് ശേഷം ഫുള്ള് അപകടം. ഒന്നാമത്തെ ഈ ഓടത്തൊരു വളവിൽ റോഡ് നല്ല കണ്ടീഷൻ ആയതുകൊണ്ട് ഇപ്പം വാഹനങ്ങൾ യാതൊരു നിയന്ത്രണമില്ല. ഓവർടേക്കാണ് മെയിൻ ഇതിന്റെ കാരണം. നേരത്തെ അപകട മുന്നറിയിപ്പുള്ള സിഗ്നൽ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ലൈൻ പോലും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. പലതും അപകടങ്ങൾ തന്നെയാണ്. ചെറുതും വലുതായിട്ട് സ്പീഡ് ജാസ്തിയായിട്ടാണ് വണ്ടികളെല്ലാം അധികവും. വണ്ടി ടിപ്പർ 24 മണിക്കൂറും വണ്ടികൾ തന്നെയാണ്. ഒരു സ്പീഡിനെ പറ്റി എന്തെങ്കിലും ഒരു ഇത് ചെയ്യാനാവുമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുവാനും വളവുകളിലെ ഓവർടേക്കിംഗ് നിർത്തലാക്കാനും ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. തൊടുപുഴയാറ്റിൽ ജലനിരപ്പ് താഴ്ന്നതോടെ മീൻപിടുത്തക്കാർക്ക് ചാകരയായി. വള്ളവും വലയും ചൂണ്ടയും ഉപയോഗിച്ചുള്ള മീൻപിടുത്തത്തിന് പുറമെ ടയർ ട്യൂബും കുട്ടവഞ്ചിയുമായും മീൻപിടുത്തക്കാർ പുഴയിൽ സജീവമായി. മലങ്കര പവർ ഹൌസിനോട് ചേർന്ന് നടക്കുന്ന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീരൊഴുക്ക് നിയന്ത്രിച്ചതാണ് ചാകരയ്ക്ക് കാരണം. കഴിഞ്ഞ 2 ദിവസങ്ങളായി തൊടുപുഴക്കാർക്ക് അപ്രതീക്ഷിത ചാകരയാണ്. സദാസമയവും നിറഞ്ഞൊഴുകുന്ന തൊടുപുഴയാറ്റിൽ അപ്രതീക്ഷിതമായി ജലനിരപ്പ് താഴ്ന്നതാണ് പ്രദേശവാസികൾക്ക് മീൻ പിടിക്കാൻ സൗകര്യമായത്. പലരും രാവിലെ മുതൽ വള്ളവും വലയും ചൂണ്ടയുമൊക്കെയായി മീൻപിടുത്തം തുടങ്ങിയിരുന്നു. ഇവയൊന്നുമില്ലാത്തവർ ടയർ ട്യൂബും കുട്ടവഞ്ചിയുമായി രംഗത്തെത്തി. ഇൻവെർട്ടറുമായി ഇലക്ട്രിക് മീൻപിടുത്തം നടത്തിയ ബിരുദന്മാരും ഇക്കൂട്ടത്തിലുണ്ട്. വലയിൽ കുടുങ്ങിയവയിൽ ഏറെയും കൂരൽ, മനഞ്ഞിൽ, ആരോൻ, വരാൽ എന്നിവ. പലരും രാവിലെ മുതൽ തുടങ്ങിയ മീൻപിടുത്തം വൈകിട്ട് വരെ തുടർന്നു. സ്ഥിരം മീൻപിടുത്തക്കാർക്ക് വെള്ളം വറ്റിയത് ഇരട്ടി നേട്ടമായി. മലങ്കര പവർ ഹൌസിന് സമീപം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായാണ് തൊടുപുഴയാറ്റിലേക്കുള്ള നീരൊഴുക്ക് പകൽ സമയത്ത് നിയന്ത്രിച്ചത്. പണി തീരുന്നതുവരെ ജലനിരപ്പ് കുറച്ചു നിർത്തുമെന്നതിനാൽ വരും ദിവസങ്ങളിലും ചാകര തുടരുമെന്നാണ് തൊടുപുഴക്കാരുടെ പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. യാത്രാവേളയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ വിഭാവനം ചെയ്ത കാസർഗോഡ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഷീലോഞ്ച് പദ്ധതി നോക്കുകുത്തിയായി. ഉദ്ഘാടനം ചെയ്ത് 3 വർഷം കഴിഞ്ഞിട്ടും ഷീലോഞ്ച് പ്രവർത്തന സജ്ജമായില്ല. ജില്ലയിലെ ആദ്യത്തെ സ്ത്രീ സൌഹൃദ വിശ്രമ കേന്ദ്രത്തിന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. ചെറുവത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച സ്ത്രീകളുടെ വിശ്രമ കേന്ദ്രത്തിന്റെ അവസ്ഥയാണിത്. ആരെങ്കിലും ഇതിനകത്ത് കയറിയിട്ട് പോലും മാസങ്ങളായി. വിശ്രമ കേന്ദ്രം വൃത്തിയാക്കി സൂക്ഷിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി. ദീർഘദൂര യാത്ര കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എത്തിപ്പെടുന്ന സ്ത്രീകൾക്കായാണ് സൗകര്യമൊരുക്കിയത്. സുരക്ഷിതമായ വിശ്രമ സൗകര്യം, മുലയൂട്ടാനുള്ള സൗകര്യം, ശുചിമുറികൾ എന്നിവയാണ് ഷീലോഞ്ചിൽ ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ നടത്തിപ്പിനായി നിയമനവും നടത്തി. എന്നാൽ കോവിഡ് സമയത്ത് പൂട്ടിക്കിടന്ന വിശ്രമ കേന്ദ്രം പിന്നീട് തുറന്നു പ്രവർത്തിപ്പിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകുന്നില്ല. ചെറുവത്തൂർ ടൗൺ എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ ഒരുപാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേന്ദ്രീകരിക്കുന്ന യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരിടം കൂടിയാണ്. ആ സ്ഥിതിയിൽ ഇത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ പൂട്ടിക്കടന്നു കഴിഞ്ഞാൽ ആ കെട്ടിടത്തിന്റെ തന്നെ അവസ്ഥ വളരെ മോശമാവുന്ന രീതിയിലേക്ക് വരും. വിശ്രമ കേന്ദ്രത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പ്രവർത്തനയോഗ്യമാക്കാത്ത പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധമുയരുകയാണ്. ന്യൂസ് 18 ചെറുവത്തൂർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ യോഗ പരിശീലനം ആരംഭിച്ചു. നാഷണൽ ആയുഷ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി ഓങ്ങല്ലൂർ ആയുർവേദ ഡിസ്പെൻസറിയിലാണ് പരിശീലനം ആരംഭിച്ചത്. കൈ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് പൊക്കി കൊണ്ടുവരിക.
എന്നിട്ട് നമ്മുടെ ഈ കൈ ഷോൾഡറിൻ്റെ ഇടയ്ക്ക് കൈ വെക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ ഷോൾഡറിൽ വെക്കുക. എന്നിട്ട് നന്നായി ശ്വാസം എടുത്തിട്ട്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ ആയുഷ് മിഷനുമായി സഹകരിച്ചാണ് സൗജന്യ യോഗ പരിശീലനം ആരംഭിച്ചത്. പഞ്ചായത്തിന്റെ കീഴിൽ മരുതൂരിലുള്ള ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് നാഷണൽ ആയുഷ് മിഷൻ ആരംഭിക്കുന്ന സൗജന്യ യോഗ പരിശീലനം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1 വാർഡനാകുറിശി, 2 ഓങ്ങല്ലൂർ, 3 ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ നമ്മുടെ എല്ലാവർക്കും മാനസികമായിട്ട് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, ശാരീരികമായി പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അതിനൊക്കെ ഒരു നല്ലൊരു പ്രവർത്തനമാകും ഈ യോഗ ക്ലാസ്. സൗജന്യ യോഗ പരിശീലനത്തിനായി നിരവധി പേരാണ് ഇപ്പോൾ ഓങ്ങല്ലൂർ ആയുർവേദ ഡിസ്പെൻസറിയിലേക്ക് എത്തുന്നത്. എല്ലാ ദിവസവും യോഗ പരിശീലനമുണ്ടാകും. ന്യൂസ് 18 പട്ടാമ്പി. താമരശ്ശേരിയിൽ കോടികൾ ചിലവഴിച്ച് നടത്തുന്ന റോഡ് നവീകരണത്തിലെ അപാകതയ്ക്കെതിരെ വ്യാപക പരാതി. റോഡ് വീതി കൂട്ടാൻ ജനകീയ കൂട്ടായ്മയിൽ ഒഴിപ്പിച്ചെടുത്ത സ്ഥലം ഉപയോഗപ്പെടുത്തുന്നില്ലെന്നാണ് പരാതി. ഓവുചാലിലെ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാതെ ഇരുഭാഗത്തും റോഡ് നവീകരിക്കുന്നതും ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയുടെ കൊയിലാണ്ടി മുതൽ മുക്കം എരിഞ്ഞിമാവ് വരെയുള്ള 3 റീച്ചിന്റെ നവീകരണത്തിന് 222 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. KSTPയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന നവീകരണം പലയിടങ്ങളിലും അശാസ്ത്രീയമാണെന്നാണ് പരാതി. ദേശീയപാതയും സംസ്ഥാനപാതയും സംഗമിക്കുന്ന താമരശ്ശേരി ചുങ്കത്ത് സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തിയ സ്ഥലം റോഡ് നവീകരണത്തിനായി ഒഴിപ്പിച്ചെടുത്തു. എന്നാൽ അവിടെ ഗതാഗതത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു. പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഉദ്യോഗസ്ഥരില്ലെന്നും പരാതിയുണ്ട്. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റ് ഓവുചാലിൽ നിലനിർത്തിക്കൊണ്ടാണ് ഈ ഇരുവശവും ഓവുചാലിൻ്റെ ഇരുവശവും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അടയുകയും അതിലൂടെ വെള്ളം ഒഴുകി പോകാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും. ഇത് നോക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്, അതേപോലെ തന്നെ ഈ കരാറുകാരുടെ തന്നെ മേൽനോട്ടക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ പരസ്യമായിട്ട് ഈ സംസ്ഥാനപാതയുടെ അരികിലാണ് ഇത്തരത്തിൽ വളരെ മോശമായ രൂപത്തിലൊരു പ്രവൃത്തി നടക്കുന്നത്. താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും റോഡ് ഉയർത്തുമ്പോൾ ഓവുചാൽ ഉയർത്താതെ ക്വാറി വേസ്റ്റ് ഇറക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. ഓവുചാലിന്റെ സ്ലാബ് തകർന്നാൽ നീക്കം ചെയ്യാൻ പോലും കഴിയില്ല. ലാഭത്തിനു വേണ്ടി കരാറുകാർ നടത്തുന്ന പ്രവർത്തനത്തിന് അധികൃതർ ഒത്താശ ചെയ്യുന്നുവെന്നാണ് പരാതി. ന്യൂസ് 18 താമരശ്ശേരി. ഇന്ത്യയുടെ 75ാമത് സ്വാതന്ത്ര്യ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കൂറ്റൻ ഫ്ലക്സ് ഒരുക്കി കോളേജ് വിദ്യാർത്ഥികൾ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 75ഓളം പ്രധാനപ്പെട്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയ ഫ്ലക്സാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിച്ചത്. മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ നാൾവഴികൾ കുട്ടികൾക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുന്നതിനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിനുമാണ് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ശ്രമിച്ചത്. 2 മണിക്കൂർ കൊണ്ട് 2500 സ്ക്വയർ മീറ്റർ നീളമുള്ള കോട്ടൺ തുണിയിലാണ് ഫ്ലെക്സ് ഒരുക്കിയത്. സ്വാതന്ത്ര്യദിനത്തിന്റെ 75 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഫ്ലെക്സിൽ ചിത്രീകരിച്ചു. സ്കൂൾ അങ്കണത്തിൽ സ്ഥാപിച്ച ഫ്ലെക്സ് കാണുന്നതോടൊപ്പം സംഭവങ്ങൾ മനസ്സിലാക്കിയാണ് കുട്ടികൾ മടങ്ങിയത്. ഇതോടൊപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ തനിപ്പകർപ്പും കാണാൻ കുട്ടികൾക്ക് അവസരമുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിന്റെ തനിപ്പകർപ്പ് നമ്മൾ ഇവിടുത്തെ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ തനിപ്പകർപ്പ് മുഴുവൻ ചിത്രങ്ങളുള്ളതാണ്. റാം മനോഹർ സിൻഹയും നന്ദലാൽ ബോസും വരച്ച ചിത്രങ്ങൾ. ഓരോ താളും ചിത്രപ്പണി ഇത് മനോഹരമാക്കിയിട്ടുണ്ട്. അത് കൈകൊണ്ട് വരച്ചവയാണ്. അതുപോലെ അതിലെ മുഴുവൻ അക്ഷരങ്ങളും 1,17,369 വാക്കുകളാണ് നമ്മുടെ ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പിലുള്ളത്. ആ വാക്കുകളൊക്കെ പ്രേം ബിഹാരി നാരായൺ റൈസാദ എന്ന വ്യക്തി 6 മാസം എടുത്ത് 432 നിബ്ബുകൾ മാറി മാറി മഷിയിൽ മുക്കി എഴുതി തയ്യാറാക്കിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 70ാമത് വാർഷികത്തോടനുബന്ധിച്ച് നടപ്പിലാക്കുന്ന വി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഭരണഘടനയുടെ തനിപ്പകർപ്പ് കുട്ടികൾക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ഭരണഘടനയും സ്വാതന്ത്ര്യ സമര ചരിത്രവും വിദ്യാർത്ഥികൾക്ക് മുൻപിൽ എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. ന്യൂസ് 18 ഇടുക്കി. കൊട്ടാരക്കര ചെരൂർ ലൈൻ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തം. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരവും ഒപ്പുശേഖരണവും നടത്തി നഗരസഭാ സെക്രട്ടറിക്ക് നൽകി.
5 വർഷമായി തകർന്നു കിടക്കുന്ന തോട്ടമുക്കിലെ ചെരൂർ റോഡ് നവീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. നിരവധി തവണ ജനപ്രതിനിധികളോട് റോഡ് നവീകരിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതൊരു സ്ഥിരം യാത്രയ്ക്ക് പോകുന്ന വ്യക്തി എന്ന നിലയിൽ, ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. നിരവധി അപകടങ്ങൾ ഈ റോഡിൽ കൂടി ഉണ്ടാകുന്നു. അതുകൊണ്ട് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് നവീകരിച്ച് ഒരു ബൈപ്പാസ് റോഡാക്കി മാറ്റുന്ന നടപടി സ്വീകരിക്കണമെന്ന് മുനിസിപ്പൽ അധികൃതരോട് അതുപോലെ കൗൺസിലോടും അഭ്യർത്ഥിക്കുകയാണ്. കൊട്ടാരക്കര OU റോഡ് പ്ലാപ്പള്ളിയിൽ നിന്നും പുലമൺ MC റോഡിലേക്ക് എത്താൻ നാട്ടുകാർ എളുപ്പം ആശ്രയിക്കുന്ന റോഡാണിത്. സഞ്ചാരയോഗ്യമായാൽ 1.5 കിലോമീറ്റർ എളുപ്പത്തിൽ MC റോഡ് എത്താനാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഈ റോഡ് നവീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതൊരു ബൈപ്പാസ് റോഡാണ്. പുലമൺ ജംഗ്ഷനിൽ പോകാനുള്ള ഏറ്റവും എളുപ്പമായ റോഡാണ്. ഞങ്ങൾക്ക് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണം. മഴക്കാലമായാൽ വെള്ളക്കെട്ടും അല്ലാത്ത സമയത്ത് പൊടിശല്യത്താലും ദുരിതമനുഭവിക്കുകയാണ് നാട്ടുകാർ. നടപടി ആവശ്യപ്പെട്ട് ചെരൂർ വാസികളുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി നഗരസഭാ സെക്രട്ടറിക്ക് നൽകി. ന്യൂസ് 18 കൊട്ടാരക്കര. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.